പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ അച്ചടക്കമുള്ള ഒരു ജനതയെ രൂപപ്പെടുത്താനുള്ള നിരന്തരമായ പരിപാടികളുടെ പദ്ധതികളുടെ തീരുമാനങ്ങളുടെ ഭാഗമായി ഇനി മേലാൽ കിണർ കുഴിക്കണമെങ്കിൽ മുൻകൂർ അനുമതി അധികാരികളുടെ അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് കിണർ കുഴിക്കാൻ പാടുള്ളൂ എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുമായി പുതിയ ജല നയം നടപ്പിൽ വരാൻ പോവുകയാണ്, പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ഇത് വളരെ ശുഭോദർക്കമാണ്, വളരെ സ്വാഗതാർഹമാണ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അച്ചടക്കവും വ്യവസ്ഥാപിതത്വവുമുള്ള ഒരു ജനത രൂപപ്പെടണമെങ്കിൽ ഇത്തരം ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഹരിത കർമ്മസേന അതിൻ്റെ ആളുകൾ നമ്മുടെ വീടുകളിൽ വരികയും കാർഡ് തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ മാലിന്യങ്ങളെ വേർതിരിക്കണം. അതിൽ ഓരോ മാലിന്യവും നമ്മൾ വൃത്തിയാക്കി ഉണക്കി വച്ചേക്കണം. ഹരിത കർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ അവരെ നമ്മൾ വളരെ ആദരപൂർവം ഈ പരിപാവനമായ ഈ മാലിന്യങ്ങൾ നമ്മൾ അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രക്രിയയുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ചേർന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട വിഹിതം നമ്മൾ കൊടുക്കുകയും ഈ പറഞ്ഞ മര്യാദകൾ ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള അവരുടെ ചോദ്യത്തിന് നമ്മൾ നിയമപരമായി മറുപടി കൊടുക്കേണ്ടിയും വരും. ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രണങ്ങളിലൂടെ ബന്ധിതരാക്കുമ്പോൾ മാത്രമാണ് വളരെ സഫലമായ, വളരെ ആനന്ദപൂർണമായ, വളരെ സ്വതന്ത്രമായ, വളരെ മൂല്യാധിഷ്ഠിതമായ, വളരെ സംതൃപ്തമായ ഒരു രാഷ്ട്ര ജീവിതം എന്നല്ല ജീവിതം തന്നെ നയിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് രംഗങ്ങളിലെ നിയന്ത്രണങ്ങൾ വരേണ്ടതുണ്ട്. പല ആളുകളും അവർക്ക് സമതുലിതമായ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഓരോ കാർഡ് കൊടുക്കണം. എത്ര മണിക്കാണ് അവർ ഓരോ ദിവസവും എന്നുള്ളത്, ഓരോ ദിവസവും അവർ ഉറങ്ങുന്നത്, ഉറക്കം എഴുന്നേൽക്കുന്നത് എന്നുള്ളത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആ സാറിനെ സമീപിച്ച് ബോധ്യപ്പെടുത്തണം. ഓരോ ദിവസവും ആ കാർഡിൽ അത് അടയാളപ്പെടുത്തണം. ഇതുപോലെ തന്നെ ഓരോ പൗരന്റെയും പൗരിയുടെയും ജീവിതത്തിലെ ദാമ്പത്യ പ്രക്രിയകൾ അതും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ അധികാരികളെ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഇപ്പൊ പുകവലി നിരോധിക്കപ്പെട്ടതുകൊണ്ട് വളരെ സമാധാനമുണ്ട്. ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ ശല്യം അനുഭവപ്പെടുന്നത് ആളുകൾ ഒരുപാട് ഉരുളൻ കിഴങ്ങ്, പ്രത്യേകിച്ചും ഈ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളൊക്കെ, ഈ ബംഗാളികളും ബീഹാരികളും അവരെയൊക്കെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. മലയാളികളും അക്കാര്യത്തിൽ മോശമല്ല. ഇതിന്റെ വർദ്ധിച്ച ഉപഭോഗം പല സദസ്സുകളിലും വിവരണാതീതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പൗരനും, ഓരോ പൗരിയും, ഓരോ ഉപഭോക്താവും സപ്ലൈകോയിൽ നിന്ന് മാത്രമല്ല ഓരോ പലചരക്കിടയിൽ നിന്നും എത്രത്തോളം ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുന്നു, അവരത് ഉപഭോഗം നടത്തുന്നു എന്നുള്ളതിനെ ഈ ബന്ധപ്പെട്ട സാറന്മാരെ ആ ഒരു ചാക്രിക ഘടനയിൽ അവരെ സന്ദർശിച്ച് ബോധ്യപ്പെടുത്തുന്ന, അവരുടെ ഒപ്പ് വാങ്ങിക്കുന്ന ഒരു നിയന്ത്രണം വരേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ സമസ്ത മേഖലകളിലും നിയന്ത്രണവും കാർഡും ഇപ്പൊ തന്നെ വിദേശത്തൊക്കെ നമ്മൾ ചെന്ന് നോക്കണം, എത്ര തരം കാർഡുകളായിട്ടാണ് ആൾക്കാർ നടക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോ ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ ഒരു ചേട്ടൻ ഇങ്ങനെ പോവാണ്, ഒരു ചേട്ടനും ചേച്ചി. അപ്പോ അവര് ബസ്സിൽ തന്നെ ഹെൽമെറ്റ് വെച്ചോട്ടാ പോണേ. ഇവിടെയൊക്കെ ബസ്സിൽ ഹെൽമെറ്റ് നിർബന്ധാക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം ബസ്സിൽ ഒരുപാട് ആളുകൾ അപകടത്തിൽ മരിക്കാനുള്ള കാരണം അത്തരം ഒരു സുരക്ഷ മുൻകരുതലില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ വിദേശ രാജ്യത്തെ സ്കൂട്ടറിൽ ഒരുപാട് കാർഡുകൾ ഇങ്ങനെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടാണ് ആ ചേട്ടനും ചേച്ചിയും പോണത്. അപ്പൊ ഞാൻ വിചാരിച്ച അവരുടെ കല്യാണം എങ്ങാണ്ടാണ്. അപ്പൊ അതിന്റെ
ഈ വരണമാല്യം അവര് പരസ്പരം ചാർത്തിയിട്ട് ഇങ്ങനെ വധുവിന്റെ വരന്റെ വീട്ടിലേക്ക് പോകണം, അതല്ല. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അവർ പാലിക്കുന്ന, അവരെ ഭരിക്കുന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടുള്ള കാർഡുകളാണ്. ഇതുപോലെ ഓരോ വീട്ടിലും ഇപ്പൊ പല ആളുകൾ പല ഓഫീസുകളിലും നമ്മളിപ്പോ ചെന്ന് കഴിഞ്ഞാൽ സെക്ഷനിൽ സാറുണ്ടാവില്ല, അന്ന് ആ ക്ലർക്ക് അവിടെ ഉണ്ടാവില്ല. ഇന്നിപ്പോ നമ്മള് ചെല്ലുമ്പോ പറയും ഇന്ന് ഡെസ്കിലെ സാറ് ലീവാണെന്ന് പറയും. പിറ്റേ ദിവസം ചെല്ലുമ്പോ പറയും ആ സാറ് ഫീൽഡിൽ ഇങ്ങനെ സ്ഥലം അളക്കാൻ പോയേക്കാണ്, അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് പോയേക്കാണ്, മറ്റന്നാൾ വാന്ന് പറയും. മറ്റന്നാള് നമ്മുടെ ജോലിക്ക് ലീവ് കൊടുത്തിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെല്ലുമ്പോ പറയും ആ സാറ് വളരെ എമർജൻസി ആയിട്ട് നാട്ടിലേക്കൊന്ന് പോകേണ്ടി വന്നു, ഇനി 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതിനെന്ത് വേണമെന്ന് വെച്ചാൽ, ഇവിടെ ഓരോ ഉദ്യോഗസ്ഥനും ഓരോ പൗരനും അവന്റെ ഊർജ്ജസ്വലത, അവന്റെ ആരോഗ്യം, ഇതെല്ലാം സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിൽ വരണം. അവൻ ലീവ് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? പലപ്പോഴും അവന്റെ ഉറക്കം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ്. അപ്പൊ ആ സാർ എന്തുകൊണ്ടാ അപ്പൊ കസേരയിൽ ഇല്ലാത്തത്? അയാൾ ബാത്റൂമിൽ പോയേക്കാണ്. അപ്പോ വേറൊരാൾ വരുമ്പോഴും അയാൾ ബാത്റൂമിൽ പോയേക്കാം. പല പ്രാവശ്യം അങ്ങനെ ഈ വിസർജനത്തിന് പോകുന്ന ഇതാണ്. അതിനൊക്കെ നിയന്ത്രണങ്ങൾ വരണം. അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെ സന്ദർശിക്കുന്ന പൗരന്മാർക്ക്, പൗരികൾക്ക് കിട്ടുന്ന സേവനങ്ങൾക്ക് ഭംഗം വരും. അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത്തരം ആവശ്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും അത്തരം ഡാറ്റ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യപ്പെടുകയും അതിനെ ഒരു അപ്പലേറ്റ് അതോറിറ്റി കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊറോട്ട, പല ആളുകളും ഓഫീസുകളിലിരുന്ന് ഈ മയക്കത്തിലിരുന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ഉത്സാഹമില്ലാതെ വളരെ നിർനിമേഷരായിട്ട് അവർ ഉദ്യോഗങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള കാരണം ശരിയായ ശോധന അവർക്കില്ല. ഇവിടെ വില്ലനായിട്ട് വരുന്നത് മൈദയാണ്, പൊറോട്ടയാണ്. അപ്പൊ എത്ര കിലോ മൈദയുടെ ഉപഭോഗം ഓരോ പൗരനിലുമുണ്ട്, ഓരോ കുടുംബത്തിലുമുണ്ട്, എത്ര പൊറോട്ട ഇവർ തിന്നുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായ ഒരു കാർഡ് സിസ്റ്റത്തിലൂടെ ഉദ്യോഗസ്ഥന്മാര് നിയന്ത്രിക്കുന്ന ഒരു ഘടന ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും പലതരത്തിലുള്ള കാർഡുകളും ഇൻസ്പെക്ഷനുകളും ഹിയറിങ്ങുകളും വരുമ്പോഴാണ് ഈ സാറന്മാര് കൂടുതൽ ഉത്സാഹഭരിതരാവുക. കാരണം ഓരോ ഇൻസ്പെക്ഷനും, ഓരോ ഹിയറിങ്ങും, ഓരോ സർട്ടിഫിക്കറ്റും അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രത്യാശാദായകമാകുന്നത്, അവരെ ആനന്ദ തുന്തിലമാക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ കൊതുക്, ഈ കൊതുകിനെ കൊല്ലാൻ വേണ്ടി ആളുകള്, ഇത് അഹിംസയുടെ നാടല്ലേ? മാ നിഷാദ എന്ന ശബ്ദം ഉയർന്നത്, ആഹ്വാനം ഉയർന്നത് ഈ പുണ്യഭൂമിയിൽ നിന്നല്ലേ? കോടിക്കണക്കിന് കൊതുകുകളാണ് ഇവിടെ നിർബാധം കൊല്ലപ്പെടുന്നത്. അതിനുള്ള പലതരത്തിലുള്ള ലിക്വിഡുകള്, പുകകള്, തിരികള് ഒക്കെ. അപ്പോൾ ഈ കൊതുകിനെ കൊല്ലുന്നതിനെ കുറിച്ച് ഒരു നിയന്ത്രണം, അതിന് കൃത്യമായ ഒരു ഡാറ്റ, ഒരു പൗരന്, ഒരു കുടുംബത്തിന് ഒരു ദിവസം എത്ര കൊതുകുകളെ കൊല്ലാം, ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഹെൽത്ത് അതോറിറ്റിയുടെയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാലം സമരം ചെയ്തിട്ടും ഫലം കാണാതിരുന്ന സഹോദരിമാരുണ്ടല്ലോ, അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളിലൂടെയോ, അങ്ങനെ ഓരോ വീടാന്തരം കയറി ഇറങ്ങി വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണവും പഠനവും നിയന്ത്രണവും ആ രംഗത്തൊക്കെ വരേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇതിന്റെ ഒരു എളിയ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയന്ത്രണങ്ങളെ വളരെ ഉയർന്ന പൗരബോധത്തോടുകൂടി മികയ എല്ലാവരും സ്വാഗതം ചെയ്യുക. എത്രത്തോളം കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നോ അത്രത്തോളം നമ്മൾ ഡിസിപ്ലിനുള്ള ഒരു ജനതയായിട്ട് മാറും, ഒരു മാതൃകാ ജനതയായിട്ട് മാറും. സർവ്വരംഗങ്ങളിലും മാർഗദർശനത്തിന് വേണ്ടി ലോകം മുഴുവൻ നമ്മിലേക്ക് ഉറ്റുനോക്കുന്ന ആ ഒരു മനോഹരമായ സുമോഹനമായ നാളെക്കുറിച്ചുള്ള ആ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന്
അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.